അത് ഓക്കെ ആയില്ല. അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ ആക്ട്രസ് ഗൗരി കൃഷ്ണൻ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഏഷ്യാനെറ്റിലെ പഴയ പൗർണമി തിങ്കൾ സീരിയലില്ലേ, അതിലൂടെ ഏറെ പ്രശസ്തയായ ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരിയുടെ ജീവിതവും മാരേജ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അതിൽ പ്രധാനമാണ് കല്യാണത്തിന്റെ ഇടക്ക് പുള്ളിക്കാരി മീഡിയാസിനോട് കുറച്ച് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞത്. അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഇരിക്കുന്നവർക്കും കല്യാണം കാണണം എന്നൊരു ചിന്താഗതിയിലാണ്. മീഡിയാസ് അതിനെ സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ് സത്യാവസ്ഥ. അതായത് ഇവൾ അഹങ്കാരിയാണെന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ വന്നതോടെ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് വാസ്തവം. എന്തായാലും തന്റെ ജീവിതത്തെ പറ്റിയും സൈബർ അറ്റാക്കിനെയൊക്കെ പറ്റി ഗൗരി കൃഷ്ണ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു. അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവര് പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട്. അത് നമ്മുടെ നാട്ടിലെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അതായത് പൊതുവെയുള്ള കാഴ്ചപ്പാട് വിവാഹ ജീവിതം നന്നായാലേ ജീവിതം നന്നാകൂ എന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു. എന്ത് കാര്യം അവർ തീരുമാനിച്ചു, എന്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. എനിക്കൊരു സോ കോൾഡ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു ലൈക്ക് അങ്ങനെയൊന്നും ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും പഠിക്കണം. അങ്ങനെ ചെയ്യാത്ത ഒട്ടുമിക്ക ജീവിതങ്ങളും ഇന്ന് തകർന്നു പോയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതൽ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ നേച്ചറായിട്ട് പോകും. അത് തന്നെയാണ് അവരുടെ പരാജയത്തിനും കാരണം നമ്മൾ ന്യായമുള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാത്തടത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ചിന്താശേഷി ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി ഞാനൊരു ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റി. എനിക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റിയില്ലേ. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു എന്ന് അവര് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക പാരൻസും ചെയ്യേണ്ടത് അതാണ്. അതായത് വിവാഹം എന്നത് ഒരിക്കലും നമ്മൾ ഒരാളെ തള്ളിവിടേണ്ട കാര്യമല്ല. കാരണം പരസ്പരം ഇഷ്ടപ്പെട്ട് കെട്ടിയാലല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുള്ളൂ. കാരണം പരസ്പരം ഇഷ്ടപ്പെടാതെ കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൽ നല്ലത് ഡിവോഴ്സായി പോകുന്നതാണ്. അതിലെവിടെയാണ് ഇത്ര അഹങ്കാരം ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത്. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ. ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ട്, മിസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല. കേട്ടില്ലേ, ഇങ്ങനെ നീളുന്നു ഗൗരി കൃഷ്ണന്റെ ജീവിത കഥകൾ. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. അതായത് നമ്മൾ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. നമുക്ക് പ്രയോറിറ്റിയും സെൽഫ് റെസ്പെക്റ്റും തരാത്തടത്ത് നമ്മൾ ഒരിക്കലും നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനും ഡിപ്രഷൻ വരാതിരിക്കാനും സഹായിക്കും എന്നതാണ് വാസ്തവം. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മൾക്ക് ഒരാളോട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും നല്ലത് ഡിവോഴ്സ് അല്ലേ. പരസ്പരം കലഹിച്ചും വഴക്കടിച്ചും കഴിയുന്നതിലും നല്ലത് അതാണല്ലോ. പിന്നെ കല്യാണത്തിന്റെ ഇടയ്ക്ക് ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് മീഡിയാസിനോട് കുറച്ച് നീങ്ങി നിൽക്കാൻ പറഞ്ഞത്. അത് വളരെയധികം വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിനെപ്പറ്റി നമ്മുടെ ഗൗരി കൃഷ്ണൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അറിയില്ല, ഇങ്ങനെ മീഡിയ വന്ന് ഫുള്ള് നിൽക്കുന്നു. അവിടെ വന്നിരുന്നവരിൽ പലരും പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കാണണ്ടേ. അതൊക്കെ പല ആൾക്കാരാണ്. ചിലർക്ക് കല്യാണം അത് സത്യമാണ്. കാരണം പലർക്കും കല്യാണം കാണാൻ താല്പര്യമുണ്ടാകും. പക്ഷെ ഞാൻ പൊതുവേ കണ്ടൊരു കാര്യം, ഇപ്പം മിക്കവരും കല്യാണ വീട്ടിൽ പോകുന്നത് തന്നെ കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടാനും സ്റ്റാറ്റസ് വെക്കാനും സ്നാപ്പ് ഇടാനൊക്കെയാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി അതിൽ പിടിച്ചു കയറരുത്. കാണണം എന്നുള്ളതൊക്കെ അവർ വരുന്നത് അതിനാണ്, മനസ്സിലായി. അപ്പം പഴമക്കാരെ സംബന്ധിച്ചോളം അവർ 100% വരുന്നതും കല്യാണവും മിന്നുകെട്ടൊക്കെ കാണാൻ തന്നെയാണ്. ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റില്ല, അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും നമ്മളെ കാണാനും പറ്റുന്നില്ല. മീഡിയ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ആരും ഇതൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. എന്റെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നില്ല. അവർക്ക് അറിയില്ലല്ലോ അവർക്ക് എങ്ങനെ അതങ്ങനെ ചെയ്യാൻ പറ്റും. ഈവൻ കല്യാണം കഴിച്ചിരുന്ന ആള് പോലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു. നിങ്ങൾ
കേട്ടില്ലേ? മീഡിയാസ് കാരണം ഇവർക്ക് ഓഡിയൻസിന് ഇവരെയും കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഗൗരി കൃഷ്ണ ഇനീഷ്യേറ്റീവ് എടുത്ത് മീഡിയാസിനോട് നീങ്ങി നിൽക്കാൻ പറഞ്ഞത്. അതിനെയാണ് അഹങ്കാരം എന്ന വ്യാഖ്യാനം നടത്തി അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. സെലിബ്രിറ്റീസിന്റെ പരിപാടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മീഡിയാസ് കയറി അങ്ങോട്ട് മെതിക്കും. അവർക്ക് റീച്ച് വേണമല്ലോ, ചാനലിന് റേറ്റിംഗും കിട്ടണമെങ്കിൽ സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നതാണ് സത്യാവസ്ഥ. ഇവിടെ ഇപ്പൊ ആ ഒരു പോഷൻ വെച്ചിട്ടാണ് അവർ അഹങ്കാരം എന്ന് മുദ്ര കുത്തിയത്. അത് കാരണം ജീവിതത്തിലും കരിയറിലും ഒരുപാട് പ്രശ്നങ്ങൾ ഗൗരി കൃഷ്ണൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മീഡിയാസ് അല്ലെങ്കിലും സെലിബ്രിറ്റീസിന്റെ ജീവിതത്തിൽ ഒരു പൊതുശല്യമായി മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സലീം കുമാറിന്റെ കേസ് പറയുകയാണെങ്കിലും പുള്ളിക്കാരന്റെ മകൻ അത്രയും ദേഷ്യത്തോടെ പ്രതികരിക്കാൻ കാരണം ഈ മീഡിയാസ് അല്ലേ. എവിടെ പോയാലും ഒരു മര്യാദയൊക്കെ പാലിക്കണ്ടേ? അതൊരിക്കലും മീഡിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് കേട്ടിട്ട് 100% ഗൗരി കൃഷ്ണ സത്യമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.